Hello friends, എല്ലാവർക്കും നമസ്കാരം. ഞാൻ Abdu. I am a Dubai-based fitness blogger, certified fitness trainer and nutrition specialist. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഭക്ഷണത്തിൽ നിന്നും കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നാണ് ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടുന്നത്? നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ. ഉദാഹരണത്തിന് ചിക്കൻ ബ്രസ്റ്റ്, എഗ് വൈറ്റ്, ഹോൾ എഗ്, അതുപോലെ തന്നെ മീറ്റ്, ബീഫ്, ടർക്കി, ഫിഷ്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച ധാന്യങ്ങൾ, സ്പ്രൗട്ടഡ് സിറിയൽസ്, മിക്സഡ് നട്ട്സ്, ആൽമണ്ട്, കാഷ്യൂ, വാൾനട്ട്, മിൽക്ക്, പനീർ, ചീസ്, അവക്കാഡോ, ബ്രൊക്കോളി, ഇങ്ങനെ എല്ലാത്തിൽ നിന്നും നമുക്ക് ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ക്വാളിറ്റി പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും, ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ കോമ്പോസിഷനെ തന്നെ അത് ബാധിക്കും. കാരണം പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്. എന്തിനൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ വേണ്ടത്? നമ്മുടെ സ്കിന്നിന് പ്രോട്ടീൻ വേണം, നമ്മുടെ ഹെയറിന് പ്രോട്ടീൻ വേണം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ മസിൽ മാസിന് പ്രോട്ടീൻ വേണം. ഇങ്ങനെ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ഒരു ദിവസം നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും, ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് അളവിലാണ് പ്രോട്ടീൻ വേണ്ടത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പ്രോട്ടീൻ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോട്ടീൻ കാൽക്കുലേഷൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. പലരും വർക്കൗട്ട് ചെയ്യും, പലരും വർക്കൗട്ട് ചെയ്യുന്നില്ല, ആക്റ്റീവ് ജോബ് ആയിരിക്കാം, ഇനാക്റ്റീവ് ജോബ് ആയിരിക്കാം, അങ്ങനെ പലരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനൊരു കാൽക്കുലേഷൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വെയിറ്റ് കിലോഗ്രാം. ഉദാഹരണത്തിന് ഒരു 60 കിലോഗ്രാം ഉള്ള ഒരാളുടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ 2.2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്തിനാന്ന് പറഞ്ഞാൽ പൗണ്ട് ഇൻ വെയ്റ്റ്സ് കിട്ടാൻ വേണ്ടി. LBS എന്ന് പറഞ്ഞാൽ പൗണ്ട് ഇൻ വെയിറ്റ്. അപ്പോൾ LBS കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ കാൽക്കുലേഷൻ കറക്റ്റ് ആവും. അപ്പോൾ ഉദാഹരണത്തിന് 60 കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 60 കിലോഗ്രാം ഇൻറ്റു 2.2, അപ്പോൾ 132 LBS കിട്ടി. ഓക്കെ, ഇനി ഉദാഹരണത്തിന് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നോ എക്സസൈസ്. നിങ്ങളൊരു വർക്കൗട്ട് ഒന്നുമില്ല, ഒരു എക്സസൈസും ചെയ്യുന്നില്ല, നിങ്ങളൊരു ഓഫീസ് ജോബ് ചെയ്യുന്നു, ഇരുന്നുള്ള ജോലി ചെയ്യുന്നു, വീട്ടിലാണെങ്കിലും വന്ന് എല്ലാം ഇരുന്നുള്ള ജോലി, TV കാണുന്നു, ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലല്ല, ഒരു ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്. എന്നാലും നമുക്ക് പ്രോട്ടീൻ വേണം. പക്ഷെ നമുക്ക് ആകെയുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഈ 3 മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോട്ടീൻ വേണം. എന്നാലും ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ വേണം. അപ്പോൾ എത്രയാണ് പ്രോട്ടീൻ? ഒരു കറക്റ്റ് എക്സാക്ട് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം ആൻഡ് മാക്സിമം അതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ്. അപ്പോൾ ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ മിനിമം 0.36 ഗ്രാം ഇൻറ്റു 130 LBS. ഇപ്പം നിങ്ങളുടെ LBS എത്രയെന്ന് പറഞ്ഞാൽ മിനിമം 0.36 ഗ്രാം ഇൻറ്റു LBS, മാക്സിമം 0.60 ഗ്രാം പെർ LBS. അപ്പോൾ 0.6 ഗ്രാം ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ LBS എത്രയെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിനിമം ആൻഡ് മാക്സിമം റിക്വയർമെൻറ്റ് കിട്ടി. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് പെർ ഡേ, ഒരു ദിവസത്തെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്. ഇനി നിങ്ങളൊരു ആക്റ്റീവ് ജോബാണ്. ആക്റ്റീവ് ജോബ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പുറം ജോലി, കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതുപോലെ തന്നെ ഒരുപാട് ആക്റ്റീവ് ജോബ്സ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിംഗ് ജോബ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഒരുപാട് ഫിസിക്കൽ ലേബർ, ഒരുപാട് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിംസിൽ വളരെയധികം സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ ആക്റ്റീവാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഫുട്ബോൾ പ്ലെയർ ആണ്, ക്രിക്കറ്റ് പ്ലെയർ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സിലൊക്കെ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രോട്ടീൻ വേണം. കാരണം നിങ്ങളുടെ മസിലിന് നമുക്ക് മസിൽ ഗ്രോത്തിനും മസിൽ ഡെൻസിറ്റി എൻഡുറൻസിനൊക്കെ പ്രോട്ടീൻ വേണം. അപ്പോൾ മിനിമം 0.60 ഗ്രാം ഇൻറ്റു LBS, മാക്സിമം 0.80 ഗ്രാം പെർ LBS. ഉദാഹരണത്തിന് 132 LBS ആണ് നിങ്ങൾക്ക് വെയിറ്റ് എങ്കിൽ 0.80 ഗ്രാം മൾട്ടിപ്ലൈ വിത്ത് 132. അപ്പോൾ ഇതൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരാളുടെ കാൽക്കുലേഷനാണ് പറഞ്ഞത്. ഇനി നിങ്ങളൊരു മസിൽ ബിൽഡിങ്, നിങ്ങൾ ഒരു വീക്കിലി 5 days 6 days ഒക്കെ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, മസിൽ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്.
വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്, മസിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം 0.80 ഗ്രാം, മാക്സിമം 1 ഗ്രാം പെർ LBS. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വെയിറ്റ് 132 LBS ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 132 ഗ്രാംസ് 132 ഗ്രാംസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ട് പക്ഷെ അത് മാറും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മസിൽ ബിൽഡ് ചെയ്യുന്ന ഒരാളെന്നുണ്ടെങ്കിൽ, മാസ് ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ 1.1 ഗ്രാം ഒക്കെ ചിലപ്പോൾ പോകും. ഫാറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ 1 ഗ്രാം, ഷ്രെഡിങ് ആണെന്നുണ്ടെങ്കിൽ 1 ഗ്രാം. ഇതാണ് ഒരു മസിൽ ബിൽഡിങ്ങിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നിങ്ങൾ പ്രൊഫഷണൽ ബോഡി ബിൽഡർ, ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ മിനിമം 1 ഗ്രാം ടു 1.5 ഗ്രാം പെർ LBS. പക്ഷേ ഇതൊരു ആവറേജ് കാൽക്കുലേഷൻ ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റിനൊക്കെ അനുസരിച്ചിട്ട് ഒരു പക്ഷേ 1.5 ഗ്രാം എന്നുള്ളത് പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് ചിലപ്പോൾ അത് അമെൻഡ് ചെയ്യാറുണ്ട്. 1.6 ചിലപ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ വരാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫിസിക് ഗോളിനനുസരിച്ചിട്ട്. ഇപ്പോൾ മാസ് ഗെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് 1.6ലും ചിലപ്പോൾ കൂടും. വെസ്റ്റേൺ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒക്കെ ബോഡി ഒരു പക്ഷേ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്രോട്ടീൻ കാൽക്കുലേഷനും മാറും. പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിന് അറിയാം എത്രയാണ് അവരുടെ കാൽക്കുലേഷൻ എന്നുള്ളത്. സോ നോട്ട് വറി. ബട്ട് ഇവിടെ ഈ 3 കാറ്റഗറിയിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് നോക്ക്. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് പെർ ഡേ. ഒരു എക്സാക്ട് കാൽക്കുലേഷൻ നമുക്ക് എത്ര ഗ്രാം പെർ LBS എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ, നമ്മുടെ ജോബ് നേച്ചർ, നമ്മുടെ ഏജ് എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഈ ഒരു മിനിമം ആൻഡ് മാക്സിമം റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ കുറവ് കാരണം നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ തന്നെ മാറും. അപ്പോൾ പ്രോട്ടീൻ ഒരിക്കലും കുറവ് വരാൻ പറ്റില്ല. പ്രോട്ടീൻ നമ്മുടെ മസിലിന് ഡെൻസിറ്റിക്ക് പ്രോട്ടീൻ വേണം, എൻഡുറൻസിന് പ്രോട്ടീൻ വേണം, നമ്മുടെ സ്കിൻ, ഹെയർ, ഇമ്മ്യൂൺ സിസ്റ്റം, ഇതിനെല്ലാം നമുക്ക് പ്രോട്ടീൻ വേണം. അപ്പോൾ ഇതാണ് പ്രോട്ടീൻ്റെ കാൽക്കുലേഷൻ. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അബ്ദു ഫിറ്റ്നസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് അബ്ദു. ബൈ ബൈ. താങ്ക്സ് എ ലോട്ട്.